ഡോക്ടർ ജയപ്രസാദിലേക്കാണ്. ഡോക്ടർ ജയപ്രസാദ്, ഇവിടെ കറണ്ടുണ്ടോ, വെള്ളമുണ്ടോ, ഇതൊക്കെയാണ് ഇവിടെ ഉന്നയിക്കുന്ന ഈ അടിസ്ഥാന സൗകര്യം എന്നൊക്കെ പറയുന്നത്. പക്ഷേ വളരെ കൃത്യമായി ലാബ് സൗകര്യങ്ങൾ, അതുപോലെ ഈ പ്രോജക്ടറുകൾ, അങ്ങനെയൊക്കെ ഈ പുതിയ കാലത്തിനനുസരിച്ച് ഈ കുട്ടികളെ പ്രാപ്തരാക്കുന്ന എത്ര സംവിധാനങ്ങൾ നമ്മുടെ സ്കൂളുകളിൽ കാണാൻ കഴിയും എന്നത് വലിയ ചോദ്യമാണ്. അത് കമ്പയർ ചെയ്യുന്നത് ഇപ്പോൾ 1470 CBSE സ്കൂളുകളിൽ സംസ്ഥാനത്ത് NEP നടപ്പാക്കുമ്പോൾ ആ കുട്ടികൾക്കുണ്ടാകുന്ന ഒരു ബൗദ്ധിക നിലവാരം എന്ന് പറയുന്നത് ഈ സർക്കാർ സ്കൂളിൽ പോകുന്ന കുട്ടികളെക്കാൾ എന്തുകൊണ്ടും മികച്ചതായിരിക്കുമല്ലോ. ആ മികച്ച സൗകര്യം നമ്മുടെ കുട്ടികൾക്ക് പ്രാപ്തമാക്കുന്ന ഈ ഒരു കാര്യത്തെയാണ് ഇവിടെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ പേരും പറഞ്ഞുകൊണ്ട് ഇവർ തമ്മിലടിച്ച് ഇല്ലാതാക്കുന്നത്. 2022-23 തുടങ്ങേണ്ട പദ്ധതി 2027 അവസാനിക്കേണ്ടതാണ്. ഇനി ഏതെങ്കിലും വിധത്തിലുള്ളൊരു ഗുണം നമ്മുടെ കുട്ടികൾക്ക് കിട്ടുമോ? അല്ല, ഞാൻ അതിന് മുമ്പ് നമ്മുടെ ഇടതുപക്ഷ സുഹൃത്തുക്കൾ നിരന്തരം പാടി നടക്കുന്ന ചില കഥകളുണ്ട്. കേരളം എൻ്റെലി ഡിഫറൻ്റ് ആണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്. ഞാൻ നാക്കിൻ്റെ ഭാഗമായിട്ടും അല്ലാതെ ഏതാണ്ട് 20ലധികം സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ 5-6 വർഷത്തിൽ തന്നെ യാത്ര ചെയ്തിട്ടുണ്ട്. നിരന്തരം രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ റൂറൽ മേഖലയിൽ യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. അതിൽ പശ്ചിമ ബംഗാൾ 34 വർഷം ഇടതുപക്ഷം ഭരിച്ച ഒരു സ്റ്റേറ്റ്, അവർ മറ്റ് പ്രതിപക്ഷ പാർട്ടികളൊന്നും കടന്നു വരാതെ തുടർ ഭരണം നടത്തിയ ഏക സംസ്ഥാനമാണ്. അതിനെയാണ് നമുക്കൊരു മാതൃകാ സംസ്ഥാനമായി ഇടതുപക്ഷം ഭരിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് എടുക്കേണ്ടത്. പശ്ചിമ ബംഗാളിലെ സ്കൂൾ, നമ്മൾ ഉത്തർപ്രദേശിലേക്ക് പോകണ്ട, ഇന്ന് ഇന്ത്യയിലെ അടിസ്ഥാന വികസന കാര്യത്തിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. നമുക്കറിയാമല്ലോ, നമ്മൾ ബംഗാളികൾ എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നമ്മുടെ ദേശീയ നവോത്ഥാന നായകന്മാരും അത് കഴിഞ്ഞിട്ട് നമ്മൾ സിനിമാ മേഖല, സാഹിത്യ മേഖല, വിദ്യാഭ്യാസ മേഖല എല്ലാം ബംഗാളികളായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ബംഗാളി എന്നും ശരാശരി മലയാളി ബംഗാളി എന്ന് പറയുന്നത് നമ്മളിവിടെ മാനുവലായിട്ട് വർക്ക് ചെയ്യുന്നവരും മറ്റുമൊക്കെയാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച നമ്മൾ മറക്കരുത്. രണ്ടാമത്, ഒരു വലിയൊരു കാപട്യം ഞാൻ ആദ്യം ചൂണ്ടിക്കാണിച്ചു. ഈ കേരളത്തിലെ മതനിരപേക്ഷ മനസ്സ് വല്ലാതെ വേദനിക്കുന്നത് സിലബസിലൂടെയാണ്. ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്, അതായത് ഈ പദ്ധതി പ്രകാരം സംസ്ഥാനങ്ങളുടെ സ്കൂളുകളിലെ സിലബസ് എന്ന് പറയുന്നത് അതാത് സംസ്ഥാനങ്ങളുടെ SCERT സിലബസ് തന്നെയാണ്. ഇനി സംസ്ഥാനങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ CBSE സിലബസ് എടുക്കാമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് സിലബസിന് വേണ്ടിയിട്ട് നമ്മൾ മുതലക്കണ്ണീരൊഴുക്കുന്നത് വെറും വഞ്ചനയാണ് എന്നുള്ളത് യാഥാർത്ഥ്യം തെളിഞ്ഞു. മറ്റൊന്ന്, 2022 സെപ്റ്റംബർ മാസത്തിലാണ് PM സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നുള്ള പദ്ധതിയും 2023 ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് PM ഉച്ചതർ ശിക്ഷ അഭിയാൻ, നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രോജക്റ്റ് മാറ്റി റൂസ എന്നുള്ള പദ്ധതിക്ക് മാത്രം മാറ്റിക്കൊണ്ടുവന്നതാണ്. ഇത് രണ്ടും തന്നെ ശരിക്കും പറഞ്ഞാൽ ഫണ്ടിങ് സംവിധാനം, അതായത് ആധുനികമായ അല്ലെങ്കിൽ കൂടുതൽ നമ്മളെ സ്കിൽ ഓറിയൻറ്റേഷൻ മറ്റിങ്ങനെ ഒരു ഫോക്കസ് കൊടുക്കുന്നതിന് ഒരു പുതിയ വിദ്യാഭ്യാസ നയം, നമ്മൾ 34 വർഷങ്ങൾക്ക് ശേഷമാണ് വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്നേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ എല്ലാ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കും സംസ്ഥാനങ്ങളുടെ ഷെയർ ഉണ്ടാവും. അത് എന്ത് പദ്ധതിയാണെങ്കിലും തന്നെയാണ്. അപ്പോൾ ആ പദ്ധതി കേരളത്തിൽ 23 തുടങ്ങിയ പദ്ധതി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പിണറായി വിജയൻ സർക്കാർ 2024 തന്നെ അംഗീകരിച്ചു. അതായത് PM ശ്രീ സ്കൂളിനെ എതിർക്കുന്നു. അത് CPI എന്നുള്ള ഘടകകക്ഷിയുടെ ഒരു എതിർപ്പ് കാരണം, മുസ്ലിം ലീഗിൻ്റെ എതിർപ്പും ഷാജിയെ പോലുള്ളവരുടെ എതിർപ്പൊക്കെ പേടിച്ചിട്ട് തിരഞ്ഞെടുപ്പിൽ മൈനോറിറ്റി വോട്ട് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി കൊണ്ടാണ് അവർ പിൻവാങ്ങിയത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ അതാണ് പറഞ്ഞത്, മതനിരപേക്ഷ മനസ്സ് വേദനിക്കേണ്ടത് സിലബസ് ആണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടി ആവർത്തിന്, കേരളത്തിൽ 1470 സ്കൂളുകൾ CBSE സ്കൂളുണ്ട്. മലപ്പുറം ജില്ലയിലാണ് തിരുവനന്തപുരത്തേക്കാളും കൂടുതൽ 132 CBSE സ്കൂളുകളുണ്ട്. അവിടെ പഠിപ്പിക്കുന്ന സ്കൂളിലെ കുട്ടികൾക്ക് അവരുടെ മതനിരപേക്ഷ മനസ്സിൻ്റെ വേദന നിങ്ങൾ തിരിച്ചറിയുന്നില്ലേ? ഇത് അടച്ചു പൂട്ടേണ്ട ഇത്തരം സ്ഥാപനങ്ങൾ. യഥാർത്ഥത്തിൽ നമ്മൾ ഒരു സ്റ്റാൻഡ് എടുക്കുകയാണെങ്കിൽ കൃത്യമായ സ്റ്റാൻഡ് എടുക്കുക. ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് വരാം. എന്തുകൊണ്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 പ്രകാരമാണ് ഡിഗ്രി വിദ്യാഭ്യാസം, നമ്മൾ ഏതാണ്ട് 100 വർഷത്തിലധികമായി നിന്നിരുന്ന 3 ഇയർ പ്രോഗ്രാമിനെ മാറ്റിയിട്ട് 4 ഇയർ പ്രോഗ്രാം FIUGP എന്നുള്ള പ്രോഗ്രാം തുടങ്ങുന്നത്, 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം തുടങ്ങുന്നത്. അത് കേരളത്തിൽ NEP ഇന്നും അംഗീകരിക്കാത്ത കേരളത്തിൽ ഈ LDFും UDFും NEP അംഗീകരിച്ചില്ല എന്നാണല്ലോ പറയുന്നത്. പക്ഷേ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇത് വളഞ്ഞ വഴിയിലൂടെ കേരളത്തിൽ നടപ്പാക്കി കഴിഞ്ഞു. മറ്റ് പല സംസ്ഥാനങ്ങളും തുടങ്ങുന്നതിന് മുമ്പ് കേരളത്തിൽ 4 ഇയർ ഡിഗ്രി പ്രോഗ്രാം തുടങ്ങിയ സ്റ്റേറ്റാണ്. ഈ വർഷം ആദ്യ ബാച്ച് കുട്ടികൾ പുറത്തു വരാൻ പോകുകയാണ്. അപ്പോൾ ഈ തരത്തിൽ സമൂഹത്തിന് ഇങ്ങനെ തെറ്റായ വിവരങ്ങൾ നൽകി ഇവർ പറ്റിക്കുകയാണ്. മറ്റൊന്ന്,
നമ്മളെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മലയാളി വിദ്യാർത്ഥികൾ, നമ്മൾ നേരത്തെ ഇവിടെ ശ്യാം സൂചിപ്പിച്ച DFIയുടെ പ്രതിനിധി പറഞ്ഞതുപോലെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് കേരളത്തിലെ കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് ഒഴുകുകയാണ്. കേരളത്തിൽ കഴിഞ്ഞ നിയമസഭയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കൊടുത്ത കണക്ക് പ്രകാരം 2024-25 അക്കാഡമിക് ഇയറിൽ 45% ഡിഗ്രി സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. അത് MG യൂണിവേഴ്സിറ്റിയിൽ 55%. പിന്നോക്ക മേഖലയിലെ സ്കൂളുകളിൽ കോളേജുകളിൽ മാത്രമാണ് ഡിഗ്രി വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ അതിന് മിനിമം കുട്ടികളെ ലഭിക്കുന്നത്. ആ തരത്തിൽ കേരളത്തിലെ കുട്ടികൾ കേരളം വിട്ട് ഒഴുകാണ്. അത് ഡിഗ്രി സോഷ്യൽ സയൻസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പഠിക്കാൻ കേരളം വിട്ട് പോവുകയാണ്. അതുപോലെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന് നമ്മുടെ പാരൻസ് എന്തുകൊണ്ട് CBSE സ്കൂളിലേക്ക് വിടുന്നു? ഒന്ന് ഡിസിപ്ലിൻ, രണ്ടാമത് ക്വാളിറ്റിയാണ്. ക്വാളിറ്റിയെക്കാളും പാരൻസ് എപ്പോഴും ഇഷ്ടപ്പെടുന്നത് ഡിസിപ്ലിനാണ്. ഇന്ന് നമുക്കറിയാലോ, മയക്കുമരുന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വിൽപ്പന നടക്കുന്നത് നമ്മുടെ സ്കൂളിൽ കേന്ദ്രീകരിച്ചിട്ടാണ്, പ്രത്യേകിച്ച് +2 സ്കൂൾ, അതും പൊതുവിദ്യാലയങ്ങൾ. അപ്പോൾ ഈ തരത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖല മിഡിൽ ക്ലാസ് പൂർണ്ണമായിട്ടും ഇന്ന് കേരളത്തിൽ തേച്ചു കഴിഞ്ഞു. ദാരിദ്ര്യം കൊണ്ട് മാത്രമാണ് ആളുകൾ ഈ സ്കൂളിലേക്ക് വിടുന്നത്. അപ്പം നമ്മുടെ കോളേജുകളും പൊതുവിദ്യാലയങ്ങളും അതുപോലെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഗവൺമെൻറ് കോളേജുകളൊക്കെ ഇന്ന് സാധാരണക്കാരൻ്റെതായ പാവപ്പെട്ടവനെ മാത്രം ആശ്രയ കേന്ദ്രങ്ങളാണ്. ആ സ്കൂളുകളെ അന്തർദേശീയ നിലവാരത്തിൽ കൊണ്ടുവരാനുള്ളൊരു ശ്രമമാണ് PM ശ്രീ ആണെങ്കിലും PM ഉഷ പ്രോജക്റ്റ് ആണെങ്കിലും ഉള്ളത്. അത് ആഗോളതലത്തിൽ ചലഞ്ചസ് ഉണ്ട്. നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതി എന്ന് പറഞ്ഞത് കേരളത്തിലെ എലക്റ്റഡ് ഗവൺമെൻറ്റുകളുടെ പുരോഗതിയല്ല, തെറ്റായ ധാരണയാണ്. അപ്പോൾ സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ദേശീയ നമ്മുടെ സാക്ഷരതാ നിരക്ക് എന്ന് പറഞ്ഞാൽ 14% അന്ന് തിരുക്കൊച്ചി ഭാഗത്ത് 50%, 51 സെൻസസിൽ 49.5% സാക്ഷരതയുണ്ട്. 1908 സാർവത്രിക പ്രൈമറി എഡ്യൂക്കേഷൻ നടപ്പാക്കിയൊരു രാജ്യമാണ്, അന്നത്തെ നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ. അപ്പോൾ ആ തരത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്ത് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, അത് ക്രിസ്ത്യൻ ചർച്ചാണെങ്കിൽ പിന്നീട് SNDP, NSS ഇതേപോലെയുള്ള സ്ഥാപനങ്ങളും മറ്റു വ്യക്തിത്വങ്ങളൊക്കെ തുടങ്ങി വലിയൊരു സംഭാവനയുടെ കേരളം വിദ്യാഭ്യാസ രംഗത്ത് വലിയ നേട്ടമുണ്ടാക്കി. അതുകൊണ്ടാണ് ഇടതുപക്ഷ സർക്കാർ കേരളത്തിലെ അല്ലെങ്കിൽ പാർട്ടികൾ കേരളത്തിലെ ഇൻവെസ്റ്റ്മെൻറ്റ് മുഴുവനും തടഞ്ഞു നിർത്തിയപ്പോഴും മലയാളികൾ വിദ്യാഭ്യാസമുള്ളതുകൊണ്ടാണ് പുറം ലോകത്തേക്ക് പോയി ജോലി നേടിയത്. ബംഗാളികൾക്ക് ആ തരത്തിൽ വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണ് അവർക്ക് ഇന്ന് കേരളത്തിൽ വന്ന് മാനുവൽ ജോലി ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഈ ഒരു കാപട്യം നമ്മൾ തിരിച്ചറിയണം. സാധാരണക്കാർ ഇന്ന് ഗൂഗിളിലൂടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, യഥാർത്ഥത്തിൽ ഇതിൽ മതനിരപേക്ഷ മനസ്സിന് വേദനിക്കേണ്ടത് സിലബസ് ആണെങ്കിൽ കേരളത്തിലെ ഇടത് പുരോഗമന പ്രസ്ഥാനങ്ങളും മുസ്ലിം ലീഗ് പോലെയുള്ള പ്രസ്ഥാനങ്ങളും കോൺഗ്രസും കേരളത്തിലെ CBSE സ്കൂളുകൾ അടച്ചുപൂട്ടണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പോകണം. ശ്രീ